എനിക്കിപ്പോൾ ലണ്ടൻ എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ വരുന്നത് പാഡിങ്ടൺ ആണ്. ഞാൻ അടുത്ത് കണ്ട മൂവി സീരീസിലെ ഒരു പ്രധാന കഥാപാത്രമാണ്, ഒരു ക്യൂട്ട് കരടി. ഡേ 2 2 മണിയായപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ക്യൂൻസ് വാക്കിലാണ്. ഇവിടെയാണ് പാഡിങ്ടൺ ബിയർ എക്സ്പീരിയൻസും സീ ലൈഫ് ഓഫ് ലണ്ടൻ അക്വേറിയവും തംസ് ക്രൂയിസും ലണ്ടൻ ഐയും അതുപോലെ തന്നെ ജൂബിലി ഗാർഡനും ഒക്കെ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഗീതു ഒരു ഐസ്ക്രീമും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ലണ്ടനിലെ വിശ്വവിഖ്യാതമായ ലണ്ടൻ ഐ. ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ലണ്ടൻ ഐ പ്ലസ് ക്രൂയിസ് കോംബോ ഓഫറൊക്കെ ഉണ്ട്. ലണ്ടനിലേക്ക് കയറുന്നതിന് നല്ല ക്യൂ ആണ്. ക്രൂയിസ് ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയി. ഇതാണ് ക്രൂയിസ് യാത്രയ്ക്കുള്ള എൻട്രൻസ്. ഓർഡർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാരക വെയിലടിക്കുന്നുണ്ട്. സൺഗ്ലാസിന്റെ വില മനസ്സിലാക്കിയ ദിവസമാണെന്ന്. കാത്തിരിപ്പിനൊടുവിൽ ബോട്ട് എത്തി. 40 മിനിറ്റ് ഇനി ബോട്ട് യാത്രയാണ്. ലണ്ടന്റെ നഗരത്തിന്റെ സൗന്ദര്യം ഈ ഒരു 40 മിനിറ്റിൽ ഏതാണ്ട് മനസ്സിലാവും. ബോട്ടിലൂടെ പോകുമ്പോൾ പാലത്തിന് മുകളിൽ നിൽക്കുന്ന സ്ട്രേഞ്ചേഴ്സിന് ടാറ്റ പറയണമെന്ന് പതിവാണത്രേ. ഈ ബോട്ട് യാത്രയുടെ ഒരു ഫുൾ വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. ലണ്ടന്റെ ചരിത്രവും ഭാവിയും ഏതാണ്ടൊക്കെ മനസ്സിലാവും. ഒരു പാവപ്പെട്ടവൻ ലണ്ടന്റെ ചരിത്രം വിവരിക്കുകയാണ്. ഈ കാഴ്ച അയാൾ കാണാഞ്ഞത് നന്നായി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ബോട്ട് യാത്ര കഴിഞ്ഞു. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാമോ എന്ന് വരെ തോന്നിപ്പോയ ഒരു യാത്ര. UK പാമ്പില്ലെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിച്ച് പൈത്തനെ തലോടി ഗീതു. തെരുവിലെ സംഗീതം UK ട്രെൻഡിംഗ് ആണ്. കുട്ടിയുമായി കുട്ടികളി കളിക്കുന്ന ചാർലി ചാപ്ലിൻ. ജൂബിലി ഗാർഡനിൽ വിശ്രമിക്കുമ്പോൾ കുറെ പ്രാവുകൾ. കയ്യിലെ കുറച്ച് കുക്കീസ് കൊടുത്ത് പ്രാവുകളെ ഹാപ്പിയാക്കി. ഇത്രയും തിരക്കുള്ള സിറ്റി ആയാലും എന്താണ് ശാന്തത. വല്ലതും കഴിക്കാൻ സമയമായി. നേരെ പോയത് NK ആര്യ ഭവനിലേക്ക്. പുറത്ത് തന്നെ വിലവിവര പട്ടിക വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം അകത്തേക്ക് കയറിയാൽ മതി. ഏത് മൂഡ്? ആര്യഭവൻ മൂഡ്. പൊറോട്ട, കുറുമ, മസാല ദോശ. ഫുഡ് വൈവാണ്. ബാക്കി കാഴ്ചകൾ അടുത്ത റീലിൽ കാണാം. ശരിയെന്നാ.